ഈ കഥയുടെ ഒരു സ്വഭാവം കാരണം ഇതിലെ 3 പ്രധാന നടന്മാർക്കും അവരുടെ കഥാപാത്രങ്ങളുടെ 2 വേരിയേഷൻസ് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. സ്വല്പം വില്ലത്തരമുള്ള ഒന്നാം പകുതിയിൽ നിന്നും കോമിക്കലായിട്ടുള്ള രണ്ടാം പകുതിയിലേക്ക് ഷറഫുദ്ദീൻ അനായാസം ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിന് സിനിമയുടെ രണ്ടാം പകുതിയിലാണ് കുറച്ചുകൂടെ സ്പേസ് ലഭിക്കുന്നത്. ആ ഭാഗത്ത് പുള്ളി കഥാപാത്രത്തിൻ്റെ നേച്ചർ മാറ്റിക്കൊണ്ടും ബോഡി ലാംഗ്വേജ് തന്നെ മാറ്റിക്കൊണ്ടും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാന കഥാപാത്രം സന്ദീപ് പ്രദീപാണ്. ഫാലിമിയിലും ആലപ്പുഴ ജിംഖാനയിലും ക്യാരക്ടർ റോൾ ചെയ്ത സന്ദീപ് ഇത് ഞാൻ പറഞ്ഞതുപോലെ 2 വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവം ജിതിൻ എന്ന കഥാപാത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഷറഫുദ്ദീനെയും സുരാജിനെയും പോലെ അത്ര ഡ്രമാറ്റിക്കായ ട്രാൻസിഷൻ അല്ലെങ്കിലും വളരെ ബിലീവബിളായ രീതിയിലാണ് സന്ദീപ് ഈ ഒരു ട്രാൻസിഷൻ കാണിച്ചത്. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ടീമിൻ്റെ അടുത്ത പടത്തിലെ നായകനായിട്ട് സന്ദീപ് എന്തുകൊണ്ട് വന്നു എന്നതിന് ഒരു പരിധിവരെ ഈ പടത്തിലെ പെർഫോമൻസ് ഉത്തരം പറയും. സാഫ് ബോയ്, അരുൺ പ്രദീപ് ഇവരൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ സംഗതി നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അരുൺ പ്രദീപിൻ്റെ ടൈമിങ്. ഭ്രമയുഗം പോലെയുള്ള സിനിമകളുടെയൊക്കെ പോസ്റ്റർ ഡിസൈനർ ആയിട്ടുള്ള അരുൺ അജിത് കുമാർ ഈ ഗ്യാങ്ങിലെ ഒരാളായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും നല്ലതായിരുന്നു.